വാഹനത്തിൽ നിന്നും ലോറിയിൽ നിന്നും ഇറങ്ങി ഓടിയ ഒരു സംഭവം കൂടെ ഉണ്ടല്ലോ. ആനയെ സ്ഥലത്ത് നിന്ന് മാറ്റിയോ? ഇല്ല, ആന ഇപ്പോൾ തളച്ച് അതിനെ മാറ്റുള്ള നടപടികളൊക്കെ മുന്നോട്ട് പോകുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ആ പറമ്പിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിലാണ്. ഈ വീട്ടിലെ പശുവിനെ ആന ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തു. ഈ തൊഴുത്തിൻ്റെ ഒരു അവസ്ഥ കണ്ടോ? ഇത് ഏകദേശം പൊളിയുന്ന രീതിയിലേക്കൊക്കെ ആന എത്തി. അങ്ങനെ വലിയ രീതിയിൽ ഒരു ഭയം നിറഞ്ഞൊരു സാഹചര്യമാണ് ഉണ്ടായത്. ഇന്ന് 4 മണിക്കാണ് ആന വിരണ്ടോടുകയും ഇവിടേക്ക് ഏകദേശം 8 കിലോമീറ്റർ ആന ഓടിയെന്ന് ഓർക്കണം. ഓടി അമ്പാട്ടുള്ള ഒരു പറമ്പിൽ വന്ന് നിൽക്കുകയും ഒക്കെ ചെയ്തത്. ഈ തൊഴുത്ത് കണ്ടോ? ഇത് ഈ പറമ്പിന് അടുത്തുള്ള ഒരു വീടാണ്. ആ വീടിൻ്റെ തൊഴുത്തിൻ്റെ അവസ്ഥ കണ്ടോ? ഏകദേശം ഭാഗികമായി നശിച്ച രീതിയിലാണുള്ളത്. ആന ഇത് ആക്രമിച്ച് പോവുകയാണ് ചെയ്തത്. ഇതിനിടയിൽ ഒരാൾക്ക്, ഈ ആട് മേയ്ക്കാൻ വന്ന തമിഴ്നാട് സ്വദേശിയായ ഒരാൾക്കും പരിക്കേറ്റു. അദ്ദേഹത്തെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ വലിയ രീതിയിൽ ഈ പ്രദേശത്തെ ആകെ ഭീതിയിലാഴ്ത്തിക്കൊണ്ടാണ് ആന വന്നത്. ചേട്ടാ, നിങ്ങളൊക്കെ രാവിലെ ഭീതിയിലായോ ഈ ആന വന്നൊരു സാഹചര്യം? അല്ല, ഈ ആന നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അവർ പാലിലൊക്കെ പോണ സമയത്ത് ആന വന്നിട്ടുണ്ടായിരുന്നു. പാല് കയറുന്ന വരുമ്പോൾ ആന വന്നിട്ടുണ്ടെന്ന് പറയണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ അടുത്തുണ്ടെന്ന് ആർക്കും അറിയണ്ടായിരുന്നില്ല. പിന്നീട് പാല് കയറുന്ന മൂപ്പര് വെള്ളം കൊടുക്കാൻ വരുന്ന സമയത്തായിരുന്നു ഈ സൗണ്ട് കേട്ടിട്ട് നോക്കുമ്പോൾ ആന. അവർ പേടിച്ച് അങ്ങോട്ട് പോയതും ആന തൊഴുത്തിനെയൊക്കെ ഇടിച്ച് ആ പശുവിനെ നന്നായിട്ട് കാലും എല്ലാം പൊട്ടിയിട്ടുണ്ട്. ഒരു പശുക്കിടവും ചത്തിട്ടുണ്ട്. പിന്നീട് ഞങ്ങൾ അങ്ങോട്ട് പോയ സമയത്ത് ബാക്ക് സൈഡ് ഫുള്ളായിട്ട് അവിടെ ആ ഒരു തൂന വലിയ കാടായിരുന്നു. അതിന് അവത്തെ നിന്നുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ല ഇതിലൂടെ ഇറങ്ങി ഓടുകയാണെങ്കിൽ മൊത്തം 8 കിലോമീറ്റർ ആ ലോറി എന്ന സ്ഥലത്ത് നിന്ന് 8 കിലോമീറ്റർ കൂട്ടും ഉണ്ടായിരുന്നു. അതൊരു ആനപ്പാപ്പൻ ഒരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയ സമയത്ത് എന്താണ് ലോറിയിൽ നിന്ന് ഇറങ്ങി ഓടിയെന്ന് പറഞ്ഞിട്ട് അവിടെ വരുന്ന വഴിക്ക് ഒരാളെ ചവിട്ടിയിട്ടുണ്ട്. ഒരു ആട് വയ്ക്കുമ്പോൾ ഒരാൾ ചവിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മുടെ ഈ ഒരു പശുവും ഒരു കിടാവും മാത്രം. ഈ വാർത്ത അറിഞ്ഞ് നിങ്ങൾ പേടിച്ചിട്ടാണോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത്? പുറത്താരും പോകണ്ട പറയണ്ടായിരുന്നു. പക്ഷെ ഇറങ്ങി നോക്കുന്ന സമയത്ത് വീട്ടിന് പുറകിലുണ്ടായതുകൊണ്ട് കയറി നിൽക്കാൻ പറ്റുകൊണ്ട് രക്ഷപ്പെട്ടു. ഏതായാലും ആനയെ തളച്ചിട്ടുണ്ട്. ആനയെ മറ്റൊരു വാഹനം കൂടി വരാനുണ്ട്. അതായത് ഈ വാഹനത്തിൽ നിന്ന് ലോറിയിൽ നിന്ന് ചാടിയതോടുകൂടി ആ ലോറിക്ക് ചില കേടുപാടുകൾ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റൊരു ലോറി എത്തിയിട്ടാണ് ആനയെ മാറ്റുക. ആന ഏകദേശം തന്നെ പൂർണ്ണമായി തന്നെ പറമ്പിൽ തളച്ചിട്ടുണ്ട്. ഇതിനിടയിൽ ഒരാൾക്കും അതോടൊപ്പം തന്നെ ഇവിടുത്തെ പശുവിനും ആൾക്ക് പരിക്ക് പറ്റുന്ന രീതിയും പശു മരിക്കുന്ന രീതിയിലേക്കും കാര്യങ്ങൾ നീങ്ങി. ഗോകുൽ, ഈ ആശുപത്രിയിലുള്ള ആളുടെ നില ഇപ്പോഴെങ്ങനെയുണ്ട്? അദ്ദേഹത്തെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലാണ് എത്തിച്ചിട്ടുള്ളത്. ആന കണ്ട് ഓടുന്നതിനിടയിലാണ് പ്രധാനമായും പരിക്ക് പറ്റിയെന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് കൂടുതൽ പ്രശ്നത്തിലേക്കൊന്നും എത്തിയിട്ടില്ല. പക്ഷെ നടുവിന് നല്ല പരിക്കുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ജില്ലാ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തേക്കുകയാണ്. മറ്റ് ആരോഗ്യത്തിന് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ നടുവിന് നല്ല പരിക്കുണ്ട്. ആനയെ കണ്ട് വിരണ്ടോടുന്നതിനിടയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. പരിക്ക് പറ്റുന്ന രീതിയിലേക്കൊക്കെ ഉണ്ടായത്. ആന അദ്ദേഹത്തെ ആക്രമിക്കാൻ വന്നു. അത് കണ്ട് ഓടുകയായിരുന്നു. അതിനിടയിലാണ് ഉണ്ടായത്. ഈ ആന ഈ ലോറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു സാഹചര്യം, ഈ ചെമ്മരിയാടിൻ്റെ കൂട്ടം പോയപ്പോൾ അതിൻ്റെ ശബ്ദം കേട്ട് വിരണ്ടാകാം ഒരു പക്ഷേ ആന ലോറിയിൽ നിന്ന് പുറത്തേക്ക് ചാടുകയാണ് ചെയ്തത്. നമുക്ക് ആദ്യത്തെ ബുള്ളറ്റിനൊക്കെ ഇത് ഇങ്ങനെ ഇറങ്ങി എന്നുള്ളൊരു നമുക്കൊരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ഇത് വാഹനത്തിൽ ആനയെ പൂർണ്ണമായും തന്നെ ബന്ധിച്ചിരുന്നു. പക്ഷേ ഇതിനെ കണ്ട്, ഈ ചെമ്മരിയാടിൻ്റെ കൂട്ടത്തെ കണ്ട് ഭയന്ന് ആന ലോറിയിൽ നിന്ന് പുറത്തേക്ക് ചാടിയാണ് പുറത്തേക്ക് ഇറങ്ങിയത്. ശരി ഗോകുൽ.